ജയിലിൽ ചാടിയ ഭർത്താവ് എങ്ങോട്ട് പോയെന്നും ഇപ്പൊ എവിടെയാണെന്നും അറിയാനുള്ള ന്യായമായ അവകാശം ഭാര്യയ്ക്കില്ലേ? എന്തോ എന്നോട് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നിങ്ങളെ വിശ്വാസമില്ലെന്നല്ലേ? അല്ല, അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയാറില്ലെന്ന്. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ശരി, ഒടുവിൽ അയാൾ നിങ്ങളുമായി ബന്ധപ്പെട്ടത് എവിടുന്നാണെന്ന് അറിയില്ലേ? സർ, ഒരിടത്തു നിന്നും വിളിച്ചിട്ടില്ല. എന്റെ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കി അറിയാലോ. അത് ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ. സർ, സൈബർ സെല്ലുകാർ നോക്കിയാ ഏത് ഡീറ്റെയിൽസാ കിട്ടാത്തത്? അപ്പൊ എല്ലാം പഠിച്ചു വച്ചിട്ടുണ്ടല്ലേ? പ്ലാൻ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് റിഹേഴ്സലും കൂടി നടത്തിയിട്ടാ വരവ് അല്ലേ? അങ്ങനൊന്നുമില്ല സർ. ഒരു കാര്യം അറിയാം, അദ്ദേഹത്തിന്റെ പേരിലുള്ളത് കള്ളക്കേസാ. നിരപരാധിയാണ് അദ്ദേഹം. പിന്നെ ഹോംവർക്ക് ചെയ്തു സാറ് പറഞ്ഞല്ലോ. വീടുണ്ടായിട്ട് വേണ്ടേ ഹോംവർക്ക് ചെയ്യാൻ? ഉണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിട്ട് അന്യ വീട്ടിൽ ചെന്ന് താമസിക്കുക ഞാനും അദ്ദേഹത്തിന്റെ മോളും. ജയിൽ ചാടിയ നരേന്ദ്രൻ തമ്പി അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ലീഡറാണ് ഞാൻ, സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീനിവാസ്. ഓർമ്മയിൽ വെച്ചോളാം സർ. മിസ്സിസ് അമല നരേന്ദ്രൻ ഇങ്ങോട്ടൊന്നിരുന്നേ. ഞാൻ നിന്നോളാം സർ. ഇരിക്കുന്നതാണ് എനിക്ക് സൗകര്യം. ഇനി എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെന്തായാലും നരേന്ദ്രന്റെ ജയിൽ ചാട്ടത്തെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഞാനത് വിശ്വസിച്ചു. തടവ് ചാടിയ നരേന്ദ്രൻ തമ്പി നിങ്ങളുമായി ഇതേവരെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അതും ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. നരേന്ദ്രൻ തമ്പി കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ ഡ്യൂട്ടി കണ്ണൂർ സബ് ജയിലിൽ നിന്ന് എസ്കേപ്പായ നരേന്ദ്രൻ തമ്പിയെ പിടികൂടി തിരികെ ജയിലിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് മാർഗവും സ്വീകരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? എനിക്ക് അതേപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്നാൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ ജോലിക്ക് ഒരു തടസ്സവും നിങ്ങൾ മൂലം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴെങ്കിലും നരേന്ദ്രൻ തമ്പി നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ആ വിവരം നിങ്ങൾ എന്നെ അറിയിക്കണം. അതല്ല അയാളെ സഹായിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇനി എന്ത് അനുഭവിക്കാനാ സർ? സാർ എന്നെ പിടിച്ച് ജയിലിലിടുമായിരിക്കും, അല്ലെങ്കിൽ വനിതാ പോലീസിനെ കൊണ്ട് തല്ലിക്കുമായിരിക്കും, കുറെ ചീത്ത വിളിക്കുമായിരിക്കും. ഞാനും എന്തും സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സാറിന് സാറിന്റെ ഡ്യൂട്ടി വലുതായിരിക്കും, എനിക്ക് എന്റെ ഭർത്താവാണ് വലുത്. ഇതുവരെ ഞാൻ നിന്നോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്, മാന്യമായിട്ട് പെരുമാറി. ഇനി ഞാനും എന്റെ തനി സ്വഭാവം പുറത്തെടുക്കും. നീയും അയാളും കൂടി ചേർന്ന് എല്ലാം കരുതിക്കുട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാ അല്ലടി? സാറിന്റെ ഇഷ്ടം പോലെ വിചാരിക്കാം. അവനെ എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. അന്നവന്റെ ചങ്ക് ഇടിച്ചു പിടിഞ്ഞ് ആയുസ് മുഴുവൻ ചോർത്തിക്കളഞ്ഞ് ജീവച്ഛവമായിട്ടേ അവനെ ഞാൻ ജയിൽ അധികൃതർക്ക് തിരിച്ചേൽപ്പിക്കൂ. അതാണ് സാറിനെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. കൊണ്ടുപോയവളെ എന്റെ കൺമുമ്പിൽ നിന്ന്. ഇങ്ങോട്ട് വാടി. അവിടെ നിൽക്കേ. നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് നരേന്ദ്രൻ തമ്പിക്ക് നല്ലത്. നിനക്ക് അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്ത്. മാന്യമായി കീഴടങ്ങാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. അയാൾക്കൊരു ഉപദ്രവം ഏൽക്കേണ്ടി വരില്ല. നിങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൊണ്ടോ വാ.
ഉടനെ പോവാണോ? അവനിങ് വന്നില്ലല്ലോ. ആ ഇപ്പൊ തന്നെ ഇങ്ങ് എത്തും. പോയാ ഇനി ഇങ്ങോട്ട് വരുവോ? തീർച്ചയായിട്ടും വരും. ഇത്രയും ദിവസം പോലീസിന് പിടികൊടുക്കാതെ എന്നെ ഒളിപ്പിച്ച വീടല്ലേ ഇത്. പോലീസ് പിടിച്ച നിങ്ങൾ രണ്ടുപേരും ജയിലിൽ കയറേണ്ടി വരുമെന്ന് അറിയാമായിരുന്നിട്ടും ഒരു മടിയും കൂടാതെ എനിക്ക് വെച്ചുവിളമ്പി തന്നില്ലേ. ഇതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി എങ്ങോട്ടാ പോണേ? എനിക്കൊരു താവളമുണ്ട്. തമിഴ്നാട് ബോർഡറില്ല. അങ്ങനെ ഒരു സ്ഥലവും വീടും എനിക്കുണ്ടെന്ന് ആർക്കും അറിയില്ല. ആദ്യം അവിടെ എത്തണം. അവിടെ നിന്ന് വേണം പിന്നെ ഓപ്പറേഷൻ ആരംഭിക്കാൻ. അവനെ ആപത്തിലൊന്നും കൊണ്ട് ചാടിക്കല്ലേ. എനിക്ക് ആകെ ഒരൊറ്റ ബന്ധുവേ ഉള്ളൂ ഈ ലോകത്ത്. അതെന്റെ മോനാ. രഘുരാമൻ ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ആർക്കെങ്കിലും അവനെ തൊടാൻ പറ്റുമോ? കുറ്റം ചെയ്യാത്തൊരാളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ എതിരൊന്നും പറയാതെ അവനെ നിങ്ങൾക്ക് വിട്ടുതരുന്നത്. എന്നെ വിശ്വസിക്കാം. സ്വന്തം മകനെ എത്ര അധികം വിശ്വസിക്കുന്നു അതുപോലെ നീതി കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം ഇത്. നമുക്ക് ജയിക്കണം. ജയിച്ചേ പറ്റൂ. യാത്രയിലൊക്കെ സൂക്ഷിക്കണം. പോലീസ് എല്ലായിടത്തും ഉണ്ട്. പിടി കൊടുത്താൽ തീർന്നു. അതൊന്നും പേടിക്കണ്ട. ഞാൻ മുംബൈ അധോലോകത്ത് പിച്ചവച്ചവനാ. പോലീസിനെയും കള്ളന്മാരെയും എനിക്ക് ശരിക്കറിയാം. അവരുടെ നാടിമിടിപ്പ് പോലും. റെന്റേ കാറിൽ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കൂ. ഒരു തവണ വിളിച്ച കാർ പിന്നെ അടുത്ത തവണ വിളിക്കില്ല. പിന്നെ കാർ ഓടിക്കുന്നത് രഘുറാമാണല്ലോ. ഒന്നും പേടിക്കണ്ട. എല്ലാം ഞാൻ നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യും. കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഒരു കുഴപ്പമില്ലമ്മേ. ആ രഘുറാം, നമുക്ക് പുറപ്പെടാമല്ലോ അല്ലേ? എന്റെ ഭാഗം റെഡിയാ. അംബാസഡർ കാറാണല്ലേ? അടുത്ത തവണ റെന്റേ കാർ എടുക്കുമ്പോൾ കുറച്ചുകൂടി പോഷായിട്ടുള്ള കാർ എടുക്കണം. കാറിന്റെ മോടി കൂടുന്നതനുസരിച്ച് പോലീസ് ചെക്കിങ്ങിനുള്ള സാധ്യതയും കുറയും. ഇറച്ചി വണ്ടി പോലത്തെ കാറ് കണ്ട ഏത് പോലീസുകാരനും തോന്നും തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്ന്. അടുത്ത തവണ നോക്കാം. കാറിലോട്ട് കയറിയോ, സമയം കളയണ്ട. പോയി വരട്ടെ. അമ്മേ, സൂക്ഷിച്ചു പോ. രണ്ട് ഫോണുണ്ട്, സിം കാർഡ് ഉൾപ്പെടെ. വലിയ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് കടകൾ എന്തെങ്കിലും കണ്ടാലൊന്നും നിർത്തണം. ശരി. വല്ലത് വാങ്ങാനുണ്ടോ? ആ, കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണം. പേനയും കടലാസും ഉണ്ടോ? ഓ, ഉണ്ട്.
അവിടെ ഒരു കടയുണ്ട്. ദാ, ഞാൻ പോയിട്ട് വേഗം വരാം. ആ മുരളി, ഇതുവരെ ആലോചനയും ചർച്ചയും എത്തിയില്ലേ മുരളി? എല്ലാവരും നല്ല ഗൗരവത്തിലാണല്ലോ. അതെ, ഈ പാർട്ടി കമ്മിറ്റിയിലും ഇങ്ങനെ എത്ര ചർച്ച ചെയ്താലും പ്രശ്നങ്ങൾ തീരില്ല. ഇനിയിപ്പോ ഓരോ ചായ കഴിച്ചുകൊണ്ട് ചർച്ച എടുത്ത് ദാ. അല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് തലപുകച്ചിട്ട് എന്താ കാര്യം? പോലീസല്ലേ ഉത്സാഹിക്കേണ്ടത്. 40,000 പോലീസ് നോക്കിയിട്ട് പറ്റാത്ത കാര്യം നിങ്ങൾ 4 പേര് നോക്കിയാൽ നടക്കുവോ? സുധേച്ചി എന്താ ഉദ്ദേശിച്ചത്? നരേന്ദ്രൻ തമ്പിയെ പിടികൂടുന്ന കാര്യമല്ലേ ചർച്ചാ വിഷയം? അത് പോലീസിന്റെ ഉത്തരവാദിത്തം. ആത്മരക്ഷയ്ക്ക് എന്തെല്ലാം മുൻകരുതൽ എടുക്കാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് അത്ര പേടിയാണോ നരേന്ദ്രനെ? പിശാചൊന്നും അല്ലല്ലോ അയാള്, മനുഷ്യനല്ലേ? ഇപ്പൊ നമുക്ക് തീർച്ചയാക്കാൻ പറ്റില്ലമ്മോ. അയാൾക്ക് പണ്ടേ തന്നെ മനുഷ്യ സ്വഭാവം കുറവാ. ഇപ്പൊ രണ്ടും കൽപ്പിച്ചാ ജയിലിയാടിയിരിക്കുന്നത്. പോലീസ് അയാളെ പിടികൂടുന്നവരെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ഒരു പ്രതി പട്ടാപ്പകൽ ജയിലിൽ ചാടി പോയിട്ട് ഈ പോലീസുകാർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അല്പം കഷ്ടം തന്നെ മുരളി. എന്റെ ചന്ദ്രേട്ട, അയാൾ പഠിച്ച കള്ളനാ. മുംബൈ അധോലോകത്ത് 36 വർഷത്തെ സർവീസ് എന്ന് വെച്ചാ നിസാര കൊള്ളാം. നമ്മുടെ നാട്ടിലെ ജയിലേട്ടക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയിട്ടാ ഒടുവിൽ പോലീസിന് പിടി കൊടുക്കുന്നത്. അതുപോലെ അല്ല അയാള്. അയാൾക്ക് പോയി ഒളിച്ചിരിക്കാൻ ഒരു മയിൽക്കുട്ടിയുടെ മറ മതി. പോലീസിനെ ചുറ്റിക്കാനുള്ള പല തന്ത്രങ്ങളും അയാൾക്കറിയാം. തന്ത്രശാലിയാണെന്ന് കാണുമ്പോ തന്നെ അറിയാലോ. നിങ്ങൾ ഈ പറയുന്ന പോലൊന്നും അല്ലെന്നേ കാര്യങ്ങള്. തമ്പി എങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അയാൾ അമ്മൂനെയും ശീതളിനെയും കാണാഞ്ഞിട്ട് ഇരിക്കപ്പുറതി ഇല്ലാതെ ചാടിയതാ. അവരെവിടെയുണ്ടോ അവിടെ ചെല്ലും അയാൾ. അവിടെ കെണിയൊരുക്കി വെച്ചിട്ട് ക്ഷമയോടെ കാത്തിരുന്നാ മതി. പോടാ, നിനക്കൊന്നും അയാളെ കുറിച്ചൊരു ചുക്കും അറിയില്ല. അയാൾ പടിഞ്ഞാറ് തല കാണിച്ചിട്ടേ പോലീസിനെ അങ്ങോട്ട് ആകർഷിക്കും. എന്നിട്ട് കിഴക്ക് പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അയാളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റേ മുംബൈയിലും പൂനെയിലും ഗോവയിലും ഒക്കെ ഒളിത്താവളങ്ങളും അവിടെ സഹായിക്കാൻ പഴയ ചങ്ങാതിമാരും ഉണ്ടെന്നുള്ളതാണ്. ഒരു കൽപ്പന വന്ന് പോയതല്ലാതെ കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. എന്തായാലും പോലീസിന് അയാളെ പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ പിടി കൊടുക്കാതിരിക്കാനുള്ള സാമർഥ്യം അയാൾക്കുണ്ട്. അതാ ഞാനും പറയുന്നത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. പോലീസിനെ മാത്രം വിശ്വാസത്തിലെടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാ മതിയെന്ന്. പുറത്തു പോയാലും ഒന്നിച്ചേ പോകാവൂ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഞ്ചരിക്കരുത്. ഞാൻ ആലോചിക്കുന്ന 3 മാസത്തേക്ക് നാട് വിട്ടാൽ എന്താ? വല്ല ദുബായിലോ സിംഗപ്പൂരിലോ മലേഷ്യയിലേക്കോ അങ്ങനെ വിദേശത്ത് എവിടെങ്കിലും. നരേന്ദ്രനെ ഫ്ലൈറ്റിൽ കയറി വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ എത്ര കാലം പോയി നിൽക്കും? രൂപ എത്ര ലക്ഷം വേണം? വിസിറ്റിംഗ് വിസയിലല്ലേ പോകാൻ പറ്റൂ. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും തിരിച്ചു വരണ്ടേ? അതെ അളിയ, ഈ രാജ്യം വിട്ടുപോയി രക്ഷപ്പെടാന്നുള്ളതൊന്നും പ്രാക്ടിക്കലല്ല. സുധേച്ച് പറഞ്ഞതുപോലെ ഒന്നിച്ച് നിൽക്കുക. എവിടെ പോയാലും നമ്മൾ സംഘമായിട്ട് പോവുക. അത് മാത്രം പോരാ, നമ്മൾ ആത്മരക്ഷയ്ക്കുള്ള ആയുധം കൂടി കൈ കരുതണം. മുരളേട്ടാ, നിങ്ങൾ അതിൽ റിവോൾവർ ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ അത് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ടില്ല. അത് ഉടനെ തിരിച്ചെടുക്കണം. പിന്നെ ഓരോ ചെറിയ കത്തി കൊണ്ട് നടക്കണം. പെപ്പർ സ്പ്രേ നല്ലതാ. പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ എടുത്ത് മുഖത്തോട്ട് അടിച്ചു കൊടുത്താൽ മതി. കൈ കിട്ടിയ യാതൊരു ദാക്ഷിണ്യം ആരും വിചാരിക്കരുത്. പൂശിയേക്കണം. ജീവൻ പോയിന്ന് ഉറപ്പാക്കിയിട്ടേ മാറാവൂ. കേസ് വന്നാലും നമുക്ക് ആത്മരക്ഷയുടെ പേര് പറഞ്ഞ് ഈസി ആയിട്ട് ഊരാം. മാത്രമല്ല, ജയിലിൽ ചാടിയെ പിടിവിട്ടപ്പള്ളിയല്ലേ കൊല്ലുന്നത്. അതൊരു മർഡറായിട്ടൊന്നും ആരും കണക്കാക്കില്ല. എൻ്റെ മുന്നിൽ കിട്ടിയാ ഞാനൊന്നും നോക്കില്ല. തല വേറെ ഉടല് വേറെ, രണ്ടും കൂടി ഒന്നിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
പിന്നെ വേറൊരു കാര്യം, എന്ത് വിവരം കിട്ടിയാലും അപ്പൊ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. പരസ്പരം സഹായിക്കാൻ ഏത് സമയത്തും റെഡി ആയിരിക്കണം. ആ, ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. നമുക്ക് കീഴടക്കാൻ പാകത്തിന് നരേന്ദ്രൻ തമ്പിയെ കിട്ടിയാൽ പോലീസിനെ അറിയിക്കാൻ മെനക്കെടരുത്. നമ്മൾ തന്നെ അങ്ങ് തീർത്തേക്കണം. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലേ പിന്നെ നമുക്ക് തന്നെ പാര. അയാൾ വീണ്ടും ചാടിയാലോ? അത് തന്നെയാ ഞാനും പറയുന്നത്. കൊല്ലണോ? ചന്ദ്രേട്ടൻ എന്താ പേടിയാണോ? കയ്യിൽ ഇനിയും ചോര പറ്റിക്കാൻ ഒരു മടി. അതൊന്നും സാരമില്ല, കഴുകി കളഞ്ഞാൽ മതി. ഞാൻ എന്തിനും റെഡിയാ. ജയനന്ദന് റെഡിയാവും. കാരണം തമ്പി എത്താ ഇവനാ വമ്പിച്ച ലാഭം. അപ്പൊ മക്കളെ, ഇനി നിങ്ങൾ ആലോചിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ആ, അപ്പൊ ഞാനോ? പോരെ, ഒരു കാര്യം ചെയ്യേ, തൽക്കാലം നമുക്ക് പിരിയാം. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയെന്താ? ഒന്നുമില്ല. ആ, എന്നാ സുധേച്ചി, ഞങ്ങൾ നീങ്ങട്ടെ. മുരളിയേട്ടാ, എന്നെ കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. എന്നാ പോരെ, വാളിയെ. ഞാനും കൂടെ സഹായിക്കാം. ഇവിടെ ഇരുന്നോ, ദാ ഞങ്ങളില്ലേ മോളെ, ആ ജഗും കൂടി ഇങ്ങെടുത്തോ ചൂടുവെള്ളത്തിന്റെ. അമ്മു, കൈ കഴി വന്നിരിക്കേ. ഞാൻ എടുത്തോളാം ചേച്ചി. ചേച്ചി എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഇത് വല്ലതും ബുദ്ധിമുട്ടാണോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹം? എനിക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. ഹേമേച്ചിക്കൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? നാച്ചുറൽ ആയിട്ട് സോപ്പിടാൻ അറിഞ്ഞൂടാ. ഞാനാരും സോപ്പിട്ട്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഡേ, നീ കൈ കഴിയോ? അത് ഞാൻ മറന്നു. നരേന്ദ്രൻ തമ്പി വിളിച്ചിരുന്നോ അമ്മൂനെ? ഇല്ല. എന്നോട് പറയുന്നുണ്ട്, എന്താ കുഴപ്പം? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എന്റെ ചേച്ചി, അങ്ങനെ ഫോൺ വിളിക്കാനൊക്കെ പറ്റുമോ? ഒന്നാമത് വിളിക്കാൻ ഒരു ഫോൺ വേണ്ടേ? ജയിലിൽ ചാടി ഒടുവിൽ കഴിയുന്ന ആൾക്ക് ആര് ഫോൺ കൊടുക്കാനാ? അല്ല, അതൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാതിരിക്കോ? നരേന്ദ്രൻ തമ്പിയല്ലേ മോൻ. മുംബൈ പോലീസുകാരെ വിറ്റ കാശ് പോക്കറ്റിലിട്ടോണ്ട് നടക്കുന്ന ആളല്ലേ? ഞാൻ അറിയുന്ന നരേന്ദ്രൻ തമ്പി നല്ലവരെന്ന് പുറമേ ഭാവിക്കുന്ന മറ്റു പലരേക്കാൾ നന്മയുള്ള മനുഷ്യനാണ്. നല്ല ഭർത്താവാണ്, നല്ല അച്ഛനാണ്. നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് പോലെ കൊടും കുറ്റവാളിയോ അധോലോക ഭീകരനോ ഒന്നുമല്ല. മുംബൈ അണ്ടർവേൾഡ് മാഫിയയിൽ 36 വർഷത്തെ സർവീസുള്ള ആൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ? എനിക്കറിയാവുന്ന എന്റെ ഭർത്താവിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് നന്മകളുള്ള മനുഷ്യന്. ശരിയായിരിക്കും, ഞാൻ തർക്കിക്കുന്നില്ല. എന്നാലും ഒരുപാട് നന്മയുള്ള ആ മനുഷ്യൻ പോലീസുകാരെ പറ്റിച്ച് ജയിലിൽ ചാടിയില്ലേ? അത് നിവർത്തികേടുണ്ട്. അദ്ദേഹം നിരപരാധിയായതുകൊണ്ട്. താൻ കുറ്റവാളിയല്ലെന്ന് അദ്ദേഹത്തിന് തെളിയിച്ചേ പറ്റൂ. അതിനല്ലേ കേസും കോടതിയും വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ. അവരിൽ നിന്നും നീതി കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ കേസിന്റെ വാദം മുഴുവൻ കേട്ട് ജഡ്ജി വിധി പറയുമ്പോഴല്ലേ നീതി കിട്ടുവോ ഇല്ലേന്നൊക്കെ അറിയാൻ പറ്റൂ. നീതി കിട്ടില്ല എന്ന് വിചാരിച്ച് കോടതി വിധി പറയും മുമ്പേ ആരെങ്കിലും ജയിലിൽ ചാടുവോ? യഥാർത്ഥ കൊലയാളികൾ വെള്ളക്കോളർ ഷർട്ടുവിട്ട് നാട്ടിലൂടെ വിലസി നടക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തവൻ കള്ളക്കേസിന്റെ ഭാരവും ചുമന്നുകൊണ്ട് തടവറയിൽ കിടന്ന് നരകിക്കുന്നു. എന്റെ ഭർത്താവിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് നീതി കിട്ടില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാ ജാമ്യം കിട്ടാതിരുന്നത്.
ജാമ്യം കിട്ടാതിരുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊലപാതകങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ? ആര് ചെയ്തു? അദ്ദേഹത്തിനറിയാം ആര് ചെയ്തൂന്ന്. അദ്ദേഹം തന്നെ അവരെ തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഇന്ന് മിടുക്കന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന പലരും അന്ന് അകത്ത് കയറി അഴിയെണ്ണും. ഇപ്പൊ അറിയാത്ത പലർക്കും അന്ന് മനസ്സിലാവും അദ്ദേഹം ജയിലിൽ ചാടിയത് എന്തിനായിരുന്നു എന്ന്.